അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ രാത്രിയിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരു രാത്രിയോടെ സന്തോഷിപ്പാൻ നമ്മെ ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾ നമുക്ക് ദാനമായി നൽകിയ കർത്താവിനെ രാത്രി ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ഇന്ന് രാത്രി ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്ന മുതൽ ചില ദിവസങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്ര സമയങ്ങളെ വേർതിരിച്ച് ആത്മീയ കൂട്ടായ്മകൾക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ ബലം എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് നൽകട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ആത്മമനുഷ്യരെ ഈ ദിവസങ്ങൾ കർത്താവ് ശക്തീകരിക്കുന്ന ഉറപ്പിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ രാത്രി ദൈവവചനത്തിന് മുൻപിൽ എത്ര നിമിഷങ്ങളായിരിക്കാം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വേദഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദൈവവചന ധ്യാനത്തിനായി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ വായിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. അതിന്റെ 7-8 വാക്യങ്ങൾ ആരെങ്കിലും ഒരാളെ ശ്രദ്ധ ഉയർത്തി വായിക്കും. The book of James chapter 5 verses 7 and 8. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാകുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഇറങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ വേദഭാഗങ്ങളിൽ രാത്രി ശ്രദ്ധിപ്പാൻ കർത്താവിനെ ഒരുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. വളരെ ചിന്തനീയമായ വേദഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിനായി ധ്യാനിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം എഴുതപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു ലേഖനമാണ്. പ്രത്യേകിച്ച് യെരൂശലേമിൽ എന്ന യെരൂശലേം സഭയുടെ ആദ്യ ചീഫ് പാസ്റ്റർ ആയിരുന്ന യാക്കോബ് എന്ന ദൈവമനുഷ്യനിലൂടെ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ്. ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ് രാത്രി അല്പ നിമിഷങ്ങൾ ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഈ യാക്കോബിന്റെ ലേഖനം ഒരു ജനറൽ എപ്പിസ്റ്റലാണ്, പൊതുവായി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. പ്രത്യേകിച്ച് ഒരു സഭയ്ക്കല്ല, മറിച്ച് സഭകൾക്ക്, ദേശങ്ങൾക്ക് പൊതുവായി എഴുതപ്പെട്ട ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഗലാത്യ ലേഖനം ഗലാത്യ സഭയ്ക്ക് എഴുതിയതാണ്, ആ പ്രദേശത്തെ സഭകൾക്ക് എഴുതിയതാണ്. കൊലോസ്യ ലേഖനം കൊലോസ്യയിലുള്ള സഭയ്ക്ക് എഴുതിയതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ആപ്ലിക്കബിലിറ്റി യൂണിവേഴ്സൽ ആണെങ്കിലും അത് ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ്. തിമോത്തിയോസിന്റെ ലേഖനം ആ വ്യക്തിക്ക് എഴുതിയത്. അത് പ്രായോഗികമായി എല്ലാ ദൈവദാസന്മാർക്കും ആപ്ലിക്കബിൾ ആണെങ്കിലും അത് തിമോത്തിയോസ് എന്ന ഒരു വ്യക്തിക്ക് ദൈവം എഴുതിയ ലേഖനമാണ്. എന്നാൽ ചില ലേഖനങ്ങൾ പൊതുവായി എഴുതപ്പെട്ട ലേഖനങ്ങളുണ്ട്. എബ്രായ ലേഖനം പൊതുവായി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. യാക്കോബിന്റെ ലേഖനം പൊതുവായി എഴുതപ്പെട്ട ഒരു ലേഖനം, ഒരു ജനറൽ എപ്പിസ്റ്റലാണ്. എല്ലാ സഭകളെയും, വിവിധ ദേശങ്ങളിൽ പാർക്കുന്ന ദൈവമക്കളെ ആസ്പദമാക്കി അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ പ്രായോഗികമായ ദൈവിക നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാൻ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ലൈഫ് ബൈബിളിൽ എഴുതപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ദൈവത്തിന്റെ സ്തോത്രം യാക്കോബിന്റെ ലേഖനം. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഹോളിൽ കേൾക്കുന്ന വചനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എവിടാ? നമ്മുടെ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഹോള് വിട്ട് വീട്ടിലേക്കും ജോലി സ്ഥലത്തേക്കും പോകുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? പ്രാവർത്തികമാക്കുന്നത്. നമ്മളിവിടെ കേൾക്കുന്നത് തിയറിയാണ്. എന്താണ്? തിയറിയാണ്. പക്ഷെ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്, ഇല്ലേ? അത് ചിലപ്പോൾ ജോലി സ്ഥലത്താകാം, വീട്ടിലാകാം, മറ്റ് പല മാനസിക മേഖലകൾ ദൈവം നമ്മെ നടത്തുന്ന വഴികളാകാം. അവിടെയാണ് ഈ വചനം എങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിക്കുന്നത്. അവിടെയാണ്. ഇവിടെ നമ്മൾ കേൾക്കുന്നതെല്ലാം തിയറിയാണ്. ഇവിടെ നമ്മൾ കൈയടിക്കും, നമ്മൾ സ്തോത്രം പറയും, നമ്മൾ ചിരിക്കും, നമ്മൾ ആവേശം കൊള്ളും, നമ്മുടെ അകമയുള്ള മനുഷ്യൻ കുറച്ചെങ്കിലും മാറും, ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. പക്ഷെ ആ തീരുമാനത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുമെന്നുള്ളത് ജീവിതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ വഴികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഈ ലേഖനങ്ങളിൽ എനിക്കുള്ള ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ലൈഫ്, പ്രായോഗിക ജീവിതം ഒരു ദൈവത്തിനെ പഠിപ്പിക്കുന്ന ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. ഈ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ യാക്കോബിന്റെ ലേഖനം എന്ന് എഴുതപ്പെട്ടത്, ദൈവത്തിന് സ്തോത്രം, ഇംഗ്ലീഷിൽ എഴുതേണ്ടത് ശരിക്കും ജേക്കബ് എന്നായിരുന്നു, അല്ലേ? എപ്പിസ്റ്റൽ ടു ജേക്കബ്. പക്ഷെ
ജെയിംസ് എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു? ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് എപ്പിസ്റ്റൽ ടു ജെയിംസ്. യാക്കോബ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ ജേക്കബ്, പക്ഷേ അത് ജെയിംസ് ആയി മാറി. അതിന് ഒരു ചരിത്രമുണ്ട്. കാരണം ഈ ബൈബിൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു രാജാവിനെയാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടോ? ഈ വില്യം ടിൻഡേൽ എന്നൊരു ദൈവമനുഷ്യനുണ്ടായിരുന്നു. വില്യം ടിൻഡേൽ, എനിക്ക് തോന്നുന്നു ആ ദൈവമനുഷ്യനെ കുറിച്ച് ഒരുപക്ഷെ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ടാകാം, വായിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ദൈവമനുഷ്യൻ സഭയുടെ ചരിത്രത്തിൽ ഒരു തേജസ്സായി, ഒരു തിളങ്ങുന്ന നക്ഷത്രമായി നിൽക്കുക. ഈ ബൈബിളിനെ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവമനുഷ്യനാണ് വില്യം ടിൻഡേൽ എന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടം തനിക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു സമയത്ത് ബൈബിൾ ലാറ്റിനിൽ മാത്രം അവൈലബിൾ ആയി നിൽക്കുന്ന, പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക്, മുന്നിൽ നിൽക്കുന്ന ബിഷപ്പുമാർക്കോ പുരോഹിതന്മാർക്കോ മാത്രം വായിക്കാൻ കഴിയുന്ന ഭാഷയിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണ ഭാഷയായി ഇംഗ്ലീഷിലേക്ക് യൂറോപ്പിൽ അത് വിവർത്തനം ചെയ്യുവാനുള്ള നിയോഗം ലഭിച്ച ഒരു മനുഷ്യൻ വില്യം ടിൻഡേലായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ച് കേൾക്കണം. വില്യം ടിൻഡേൽ എന്നൊരു മനുഷ്യനെയാണ് ദൈവം അതിന് ഉപയോഗിച്ചത്. ബൈബിളിനെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക്, എന്ന് വെച്ചാൽ യൂറോപ്പിലെ കോമൺ ലാംഗ്വേജ് ആയിരുന്ന ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചത് വില്യം ടിൻഡേൽ എന്നൊരു മനുഷ്യനെ. പക്ഷേ അന്ന് സഭയിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് വ്യഭിചാരമോ കൊലപാതകമോ അല്ല, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരുന്നു. കാരണം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ സഭയ്ക്കകത്തെ ഏറ്റവും വലിയ കുറ്റം. സാധാരണക്കാർ ഇത് വായിക്കാൻ പാടില്ല. ഇത് വിവേചിക്കാൻ, ഇതിനെ വ്യാഖ്യാനിക്കാൻ പുരോഹിതന്മാർക്ക് മാത്രം, എന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷ പഠിച്ചവർക്ക് മാത്രമേ അന്നത്തെ കാലഘട്ടത്തിൽ അവകാശമുണ്ടായിരുന്നു. പക്ഷേ വില്യം ടിൻഡേലൊരു നിയോഗം ഏറ്റെടുത്ത് പറഞ്ഞു, ഇല്ല, ബൈബിൾ ഭവനങ്ങളിൽ എത്തണം, സാധാരണക്കാർ ഇത് വായിക്കണം, വചനം അവരുടെ ഹൃദയത്തിൽ കയറണം. രൂപാന്തരപ്പെടുത്തുന്ന, ശുദ്ധീകരിക്കുന്ന, ഒരു മനുഷ്യനെ ഉറപ്പിക്കുന്ന, ഒരു മനുഷ്യനെ ആൾമാറിയവനാക്കി തീർക്കുന്ന, ഒരു മനുഷ്യനെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം സാധാരണക്കാർക്ക് വായിക്കാൻ പ്രായോഗികമായ നിലയിൽ കൊണ്ടുവരണം. അതൊരു ദൈവിക നിയോഗമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1500കളിൽ ഒരിക്കലും സഭകൾ അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, ബൈബിൾ പരിവർത്തനം എന്നതോടെ ഏറ്റവും വലിയൊരു പാപമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് സഭയ്ക്ക് ജുഡീഷ്യൽ പവർ ഉണ്ട്. ശ്രദ്ധിക്കണം, സഭയ്ക്ക് കോടതികളുണ്ട്. നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ശക്തമായ സംവിധാനമായിരുന്നു അന്നത്തെ സഭ എന്ന് പറയുന്നത്. രാജാക്കന്മാരെക്കാൾ അധികാരം അന്ന് പോപ്പുമാർക്കുണ്ടായിരുന്നു. അവരായിരുന്നു ഭരണം നടത്തിയത്, നിർവഹിച്ചത്. എന്ന് വെച്ചാൽ ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുക, ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് നടത്തിയിരുന്നത്. പക്ഷേ അന്ന് ആ നിയോഗം ഏറ്റെടുത്ത ഒരു ദൈവമനുഷ്യനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. 7 ഭാഷ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു വില്യം ടിൻഡേൽ എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ലാറ്റിൻ എന്ന ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ദൈവത്തിന്റെ വചനം വിവർത്തനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1526 പുതിയ നിയമം ഇംഗ്ലീഷിൽ രൂപപ്പെടുത്തിയെടുത്തു. അത് പബ്ലിഷ് ചെയ്തു. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം, അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല, ഒരിക്കലും വെറുതെ വിട്ടില്ല. ഇത് പബ്ലിഷ് ചെയ്യാനും ഇത് പുറത്തേക്ക് പോകാനും അവർ അനുവദിച്ചില്ല. മറിച്ച് മരണശിക്ഷ സഭ അദ്ദേഹത്തിന് വിധിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? എന്ന് വെച്ചാൽ ധീരമായ ഒരു മനുഷ്യൻ ആ ദൈവിക നിയോഗം ഏറ്റെടുത്ത് ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച്, ആ പ്രസ്ഥാനത്തെക്കാൾ ദൈവം തന്ന ദർശനമാണ് വലുതെന്ന് നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ആ ബൈബിൾ പരിഭാഷപ്പെടുത്തി ജനത്തിലേക്ക് കൈമാറി. പക്ഷേ ജനത്തിലേക്ക് ആ ബൈബിൾ കൈമാറ്റപ്പെടുന്നതിന് മുൻപ്, പുതിയ നിയമം മാത്രമാണ് വിവർത്തനം ചെയ്തത്, വർഷങ്ങളെടുത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ഏകദേശം 7 വർഷം അതിന്റെ പിന്നിൽ ഒരു ദൈവമനുഷ്യൻ എന്ത് ചെയ്തു? സ്തോത്രം. എല്ലാ സുഖ സൗകര്യങ്ങളും, എല്ലാ ലക്ഷറികളും, ദൈവത്തിന്റെ സ്തോത്രം, കിട്ടുന്ന ലെഷർ ടൈമുകളും മാറ്റിവെച്ച്, വില കൊടുത്ത് ദീർഘ വർഷങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ച് ഒരു ദൈവമനുഷ്യൻ അധ്വാനിച്ചതിന്റെ പിന്നിലുള്ള വചനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതെടുക്കുമ്പോൾ അഭിമാനത്തോടെ എടുക്കണം. കാരണം അവരൊക്കെ പല നന്മകളും ത്യാഗം ചെയ്ത് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വിലപ്പെട്ട സമയം, ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള മൊമെന്റ്സ് നഷ്ടപ്പെടുത്തി ഒരു അവധി ദിവസം പോലും എടുക്കാതെ ഗുഹകളിൽ ഇരുന്ന്, ഭവനങ്ങളിൽ ഇരുന്ന്, ഒറ്റയ്ക്കിരുന്ന് വചനം വിവർത്തിച്ചതുകൊണ്ട് ഇന്ന് രാത്രി ഇത് കൈ പിടിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതെന്ന് മറന്നു പോകരുത്. ഇതെടുക്കുന്നത് അഭിമാനത്തോടായിരിക്കണം, ഇതെടുക്കുന്നത് സന്തോഷത്തോടായിരിക്കണം. കാരണം അതിന്റെ പിന്നിൽ വഹിച്ച ത്യാഗം വളരെ വലുതാണ്. ഒരു പ്രസ്ഥാനം വെറുതെ വിട്ടില്ല കേട്ടോ, അദ്ദേഹത്തെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. മറിച്ച് ആ പ്രസ്ഥാനം ആ വ്യക്തിക്ക് മരണശിക്ഷ വിധിച്ചു. വില്യം ടിൻഡേൽ എന്നൊരു മനുഷ്യന് മരണശിക്ഷ വിധിച്ചു. ആ ശിക്ഷ നടപ്പാക്കേണ്ട ദിവസം ഒരു കോടതിയെ പോലെ ആ വ്യക്തിയുടെ മുൻപിൽ ശിക്ഷ
സഭ നടപ്പാക്കി. ദൈവത്തിന് സ്തോത്രം. കഴുത്ത് ഞെരിച്ച് കൊന്നു. ആ വാശി കൊണ്ട് അവിടെ തീർന്നില്ല കേട്ടോ. ചെയ്ത കുറ്റം എന്താ? കൊലപാതകമല്ല, വ്യഭിചാരമല്ല, ഈ ലോകത്ത് പറയപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റുകളുടെ ഒരു ശിക്ഷയുമല്ല അദ്ദേഹം നടത്തിയത്. ഒരു തെറ്റും അദ്ദേഹം ചെയ്തില്ല. പക്ഷെ തെറ്റ് ചെയ്യാത്ത കുറ്റത്തിന് 5 കോടതികൾ വിസ്തരിച്ചിട്ടും മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ ആദിമ ശിഷ്യനെ കഴുത്ത് ഞെരിച്ചവർ കൊന്നു. വാശി തീർന്നില്ല കേട്ടോ. വാശി തീരാഞ്ഞിട്ട് കൊല ചെയ്ത ശരീരത്തെ ദൈവത്തിന് സ്തോത്രം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നിങ്ങൾക്ക് ആ വാശി മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം ചെയ്ത ഒരേ ഒരു കുറ്റം ബൈബിൾ പരിഭാഷപ്പെടുത്തി എന്നുള്ളതാ. പക്ഷേ ഈ വില്യം ടിൻഡേൽ എന്ന മനുഷ്യനെ കഴുത്ത് ധരിച്ച് കൊല്ലുന്നതിന് മുൻപ് പ്രവാചക ശബ്ദം പോലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എന്റെ ജീവിതം ഇവിടെ അസ്തമിക്കുകയാണ്, പക്ഷേ ഈ നിയോഗം അസ്തമിക്കുന്നില്ല. ഞാൻ ഇവിടെ മരിച്ചു വിടുകയാണ്, പക്ഷെ എന്റെ ദൈവം മരിക്കുന്നില്ല. ഹല്ലേലൂയ എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വില്യം ടിൻഡേൽ ഇവിടെ അവസാനിക്കുക, പക്ഷെ വില്യം ടിൻഡേലിന് നിയോഗം നൽകിയ ദൈവം മരിക്കുന്നില്ല. അവൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രവാചക ശബ്ദത്തിൽ അദ്ദേഹം ആ തൂക്കുമരത്തിന് മുൻപിൽ പറഞ്ഞതിന്റെ വാക്കുകൾ ഇങ്ങനെയാ: അധികം വൈകാതെ യൂറോപ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലൊരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു രോമത്തെ പോലും തൊടാൻ കഴിയാത്ത ഒരു കരുത്തനായ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പ്രവാചക ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയതുപോലെ ഒരു രാജാവിന്റെ മനസ്സിനെ ദൈവം ഉണർത്തും. ഹല്ലേലൂയ. ഞാൻ വിവർത്തനം ചെയ്ത 7 വർഷം കഷ്ടപ്പെട്ട് വിവർത്തനം ചെയ്ത പുതിയ നിയമത്തിന്റെ പ്രതി എന്നോടുകൂടെ ചിതയിൽ നിങ്ങൾ കത്തിക്കുകയാ. പക്ഷേ 1000കണക്കിന് കോപ്പികൾ പുറത്തു വരത്തക്ക നിലയിൽ ഒരു രാജാവിന്റെ മനസ്സിനെ ദൈവം ഉണർത്തുമെന്ന് ഒരു പ്രവാചക ശബ്ദം പോലുള്ള ദൈവ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിച്ചു. വില്യം ടിൻഡേൽ അഗ്നിക്കരയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഹോമയാഗം പോലെ, ഒരു ദഹനയാഗം പോലെ ആ മനുഷ്യന്റെ ശരീരം അവിടെ ജീവിതത്തിൽ അസ്തമിച്ചു. പക്ഷെ പറഞ്ഞ 2 പ്രവാചക ശബ്ദങ്ങൾ ദൈവത്തിന് സ്തോത്രം അതിന്റെ ഒരു ആരംഭം കുറിച്ചു. ആരംഭം ദൈവങ്ങൾ ശ്രദ്ധിക്കണേ. പറഞ്ഞ 2 പ്രവാചക ശബ്ദങ്ങൾ ചരിത്രത്തിൽ നിലനിർത്തി. ഒന്ന്, അധികം വൈകാതെ കൊടുങ്കാറ്റ് പോലൊരു മനുഷ്യനെ യൂറോപ്പിൽ ദൈവം എഴുന്നേൽപ്പിക്കും. ആരെ നോക്കിയ മനുഷ്യൻ പ്രവചിച്ചത്? മാർട്ടിൻ ലൂഥറിനെ നോക്കിയ പ്രവചിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഒരു സഭകൾക്കും ഒരു രോമത്തെ തൊടാൻ കഴിയാത്ത ശക്തനായ ഒരു മനുഷ്യനെ ഒരു കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ വചനം വായിക്കുമ്പോഴെങ്കിലും സ്തോത്രം ചെയ്യും മാർട്ടിൻ ലൂഥറിനായി. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് ഇന്ന് ആത്മാവിൽ ആരാധിക്കാൻ കാരണം അതിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ മാർട്ടിൻ ലൂഥറായി. ഒരു പ്രസ്ഥാനത്തെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ച് ദൈവത്തിന്റെ സ്തോത്രം വചനത്തെ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ആ മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കുവാനിടയായി. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എന്ന് വെച്ചാൽ മനുഷ്യരുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് ദൈവം വിവർത്തനം ചെയ്യാൻ ഉപയോഗിച്ചത് വില്യം ടിൻഡേൽ പറഞ്ഞ പ്രവചനത്തിന്റെ 2ാം ഭാഗത്തിൽ ഉപയോഗിച്ച ശബ്ദമാണ്. ഒരു രാജാവിന്റെ മനസ്സിനെ ഞാൻ ഉപയോഗിക്കും. സ്തോത്രം. ഒരു കോരേശ് എന്റെ ഇടയൻ, എന്റെ ഹിതമൊക്കെ അവൻ നിവർത്തിക്കും. വാതിലുകൾ അവൻ അടയാതിരിക്കേണ്ടതിന് കോരേശിന്റെ വലകേക്ക് ഞാൻ പിടിക്കും. ഞാൻ അവന് മുൻപായി കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രവാതിലുകളെ ഉടച്ച്, ഇരുമ്പോടാടുകളെ കാണിച്ച് ഞാൻ അവന് മുൻപായി കടന്നുപോയി അവന് വേണ്ടി അത്ഭുതം ചെയ്യും. ആ ദൂത് പ്രവചിച്ച ആ ശബ്ദം ഒരു രാജാവിനെ ഈ ദൗത്യത്തിനായി ദൈവം എഴുന്നേൽപ്പിച്ചു. ആ രാജാവിന്റെ പേരാണ് കിങ് ജെയിംസ്. ഞാൻ എന്തിനാ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ചരിത്രം കേൾക്കാനൊക്കെ ഇഷ്ടമാണോ? അത് മെസ്സേജ് മാത്രമേ പറഞ്ഞാൽ മതിയോ? സ്തോത്രം. അപ്പൊ കിങ് ജെയിംസ് എന്ന ഒരു രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി കേട്ടോ. അദ്ദേഹത്തെ 1600-കളിൽ മാർട്ടിൻ ലൂഥറിനോട് ഒരു വലിയ വിപ്ലവം നടന്നു, ഉണർവ് നടന്നു. യൂറോപ്പിനെ പിടിച്ചു കുലുക്കിയ ഒരു നവോത്ഥാനമായി മാറി. 1600-കളുടെ അവസാനം 1700-കളിൽ കിങ് ജെയിംസ് എന്നൊരു രാജാവിനെ പരിഭാഷയ്ക്കായി ദൈവം ഉപയോഗിച്ചു. അങ്ങനെ 72 വിദഗ്ധന്മാരെ തെരഞ്ഞെടുത്ത്, ട്രാൻസ്ലേറ്റേഴ്സിനെ തെരഞ്ഞെടുത്ത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഈ വചനത്തെ വിവർത്തനം ചെയ്തപ്പോൾ 72 പേര് വിചാരിച്ചു രാജാവിന് ഒരു കോംപ്ലിമെന്റ്സ് കൊടുക്കണമെന്ന്. ഇന്ത്യയിൽ രാജാവിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പൈസയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജേക്കബ് എന്ന പേര് അവർ എന്താക്കി മാറ്റി? കാരണം ആ രാജാവിന്റെ പേരിലൊരു ലേഖനമെങ്കിലും അറിയപ്പെട്ടു. അങ്ങനെയാണ് ജെയിംസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതൊരു രാജാവാണ്. ഈ ദൈവിക ദൗത്യത്തിനായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ജേക്കബ് എന്ന് വരേണ്ട സ്ഥാനത്ത് ജെയിംസ് എന്ന് വരാൻ കാര്യം ആ രാജാവിനെ ഒന്ന് പ്ലീസ് ചെയ്യാൻ അവര് 72 പേര് ഇട്ട ഒരു പേരാണ്
ഈ 3 ദിവസം ഒന്ന് ചിരിച്ചേ, സന്തോഷത്തോടെ ചിരിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിലും സന്തോഷിക്കേണ്ടി നമ്മൾ പിന്നെ എവിടെ വന്നു ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനമാണ് ഈ 3 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. കുറിവാക്യം ഒന്നും കൂടെ വായിക്കാം. 7-8 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ദൈവം അനുവദിച്ചാൽ ഈ 3 ദിവസം ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നും കൂടെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. വളരെ ദീർഘക്ഷമയോടെ ഈ 5 അധ്യായങ്ങളും ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങൾ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, നാം ആരായിരിക്കണം എന്ന് ഒരു ദൈവവേദനെ പഠിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോംഡ് വ്യക്തി, രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി, ഒരു ദൈവവേദന എങ്ങനെയായിരിക്കണം എന്ന് പ്രായോഗിക തലത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ ലേഖനം പഠിച്ചു കഴിയുമ്പോൾ ഒരല്പം ചിരി ചിലരുടെ മനസ്സിൽ കൂടും, ഒരല്പം ഗൗരവം ചിലരുടെ മനസ്സിൽ കൂടും. മിക്സഡ് അഭിപ്രായങ്ങളായിരിക്കും വരാൻ. പക്ഷേ ഈ ശക്തമായ വചന പഠനം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വചന പഠനം എന്നെ ഒത്തിരി രൂപപ്പെടുത്തി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമക്കളെ ഈ ദിവസങ്ങൾ ആ നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തി എടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ 5 അധ്യായങ്ങളുള്ള ഒരു കൊച്ചു ലേഖനം, ആ കൊച്ചു ലേഖനത്തിൽ ഒരു അപകടകരമായ സൂചന ദൈവത്തിന്റെ ദാസനായ യാക്കോബ് സഭയ്ക്ക് നൽകിയ. പൊതുവായി സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ സഭയ്ക്ക് നേരെ പിശാച് ഉയർത്തുവാൻ സാധ്യതയുള്ള ഒരു വെല്ലുവിളിയെ കുറിച്ച് ദൈവത്തിന്റെ ദാസനായ യാക്കോബ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുക. ദൈവത്തിന്റെ സ്തോത്രം. ആ ആശയം ഇതാണ്. ഇരുമനസ് എന്നൊരു പദമാണ് യാക്കോബ് ആ ലേഖനത്തിൽ ഊന്നൽ നൽകി സംസാരിക്കുക. ഡബിൾ മൈൻഡഡ്നെസ്, ഇരുമനസ് എന്നൊരു പദം. 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് വായിച്ച് ഒരു അല്പ വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. ഒന്ന് പറഞ്ഞ്, ഇരുമനസ്സുള്ളവൻ. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകും. ഒന്നുകൂടെ പറഞ്ഞ്, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും. ഈ ലേഖനം മുഴുവൻ യാക്കോബ് എന്ന ദൈവമനുഷ്യൻ ഉപയോഗിക്കുന്നത് ഈ അപകടത്തിനെതിരെ പ്രതികരിക്കാനാണ്. എന്ന് വെച്ചാൽ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും. ഇത് ജാതികൾക്കുള്ള ലേഖനമല്ല, ഇത് സഭകൾക്കുള്ള ലേഖനമാണ്. ഇത് ദൈവമക്കളെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. അപ്പം ഈ ഒരു അപകടകരമായ ഒരു വാക്കിനെ എടുത്തുകൊണ്ട് അത് എങ്ങനെ ദൈവമക്കളെ പിശാച് തെറ്റിച്ച് കളയുമെന്നും ഇരുമനസ്സുള്ളവർക്ക് ഒന്നും ദൈവസന്നിധിയിൽ പ്രാപിക്കാൻ കഴിയില്ലെന്നും ഉറപ്പുള്ള മനസ്സുള്ളവരായി നാം തീരണമെന്നും നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പുള്ളതാക്കി നിർത്തണമെന്നും എന്നൊരു നിയോഗമാണ് ഈ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്. ഇരുമനസ് എന്നൊരു വാക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുക. ഡബിൾ മൈൻഡഡ്നെസ് എന്നൊരു വാക്ക് നമ്മൾ ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇരുമനസ് വെളിപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഇരുമനസ് എന്നൊരു പദത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ചില പദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാനിടയായി. ആ ചിന്തകൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4 പദങ്ങളാണ് എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഇരുമനസ് എന്നൊരു പദത്തിന്റെ അർത്ഥതലം മൂലഭാഷയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 4 വാക്കുകളാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന്, അൺഡിസൈഡഡ് എന്നൊരു പദമാണ്. അൺഡിസൈഡഡ് എന്നൊരു പദമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് സംശയമുള്ള, തീരുമാനമെടുക്കാൻ കഴിയാത്ത എന്നൊരു അർത്ഥത്തിൽ ഒരു വാക്കാണ് അവിടെ രേഖപ്പെടുത്തിയത്. ഇരുമനസ് എന്നൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചാല് ഈ ലേഖനത്തെ മൊത്തമായി എന്ന് വെച്ചാൽ 5 അധ്യായങ്ങളെ മൊത്തമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇരുമനസ് എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് പഠിക്കണമെങ്കിൽ അതിന്റെ 4 പദങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഒന്ന്, അൺഡിസൈഡഡ് ആയിട്ടുള്ള, തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇരുമനസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? തിരിഞ്ഞു നോക്കിക്കേ നമ്മുടെ ചരിത്രത്തിലേക്ക്, നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒന്ന് നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ തീരുമാനം
തീരുമാനമെടുക്കാൻ കഴിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഒത്തിരി സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നോട്ട് പോകണമോ പുറകോട്ട് പോകണമോ, ദൈവത്തിന് സ്തോത്രം, അറിയില്ല. എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അൺഡിസൈഡഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി മുൻപ് പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചൊരു കാര്യമാണ്. ഈ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ചെങ്കടൽ തന്നെയായിരുന്നു. ഒരു വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ 5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ സമുദ്രത്തിന് മുൻപിൽ ദൈവം അവരെ കൊണ്ടു നിർത്തി. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇത്ര വിശാലമായ വീതിയുള്ള നീളമുള്ള ഒരു വലിയ സമുദ്രത്തിന്റെ മുൻപിൽ ദൈവം അവരെ കൊണ്ടു നിർത്തി. ദാവീദ് പറഞ്ഞതുപോലെ നീ മുൻപും പിൻപും എന്നെ അടച്ചു എന്ന് വെച്ചാൽ സകല വഴികളും അവരുടെ മുൻപിൽ അടയപ്പെട്ടെന്ന ഒരു കാലഘട്ടം. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, 2 സൈഡിലുള്ള വഴികൾ ദൈവം പാറക്കൂട്ടങ്ങൾ കൊണ്ട് അടച്ചു. എന്ന് വെച്ചാൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് പോലെ രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം കടന്നു വന്നു. ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണമേ. അൺഡിസൈഡഡ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജനത്തെ ദൈവം കൊണ്ടുവന്നു. ഞാൻ ആ വാക്ക് ബോധപൂർവ്വം ദൈവം അവരെ കൊണ്ടുവന്നു. ദൈവം അവരെ കൊണ്ടുവന്നു. തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. ദൈവം അവരെ കുറിച്ച് നോക്കി, അവരെ കുറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യം, ഇവർ എന്ത് തീരുമാനമെടുക്കും, എന്ത് തീരുമാനമെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ അകത്തുള്ള തീരുമാനം പുറകോട്ട് പോകാനാണ്. അവർക്ക് തോന്നിയ ഏറ്റവും നല്ല ഓപ്ഷൻ ഗോ ബാക്ക്. എല്ലാവരും കൂടെ ഉണ്ടോ? പക്ഷെ ഫറവോനെ അവർക്ക് പേടിയാ. പക്ഷേ ഒരാൾ പോലും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. എല്ലാവരും ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, പുറകോട്ട് പോകണം. എല്ലാവരും കൂടെ ഉണ്ടോ? ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഫറവോനുമായിട്ടൊരു കോംപ്രമൈസിൽ അവര് എന്റെ കൂടെ ഉണ്ടെന്ന് ആവശ്യം ഒത്തിരുന്നെങ്കിൽ മോശം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അഭിപ്രായം ഫറവോനുമായിട്ടൊരു കോംപ്രമൈസ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ അറിയാതെ ഇറങ്ങിപ്പോയതാ, ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് എന്ത് ചെയ്യണം, ക്ഷമിക്കണം. ഞങ്ങൾ തിരിച്ചു വന്ന് ഊഴിയ വേലകന്മാരായി തന്നോട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ദൈവം അവരെ നോക്കുക. ഈ ഒരു ഘട്ടത്തിൽ എന്ത് തീരുമാനം അവർ എടുക്കും, എന്ത് തീരുമാനം എടുക്കും. ഒരാൾ പോലും പറഞ്ഞില്ല വിളിച്ചത് ദൈവമാണെന്നോ ഇറക്കിയത് ദൈവമാണെന്നോ ദൈവം കൂടെന്നോ ഒരു പ്രത്യാശയുടെ വാക്കും അവിടെ ഉയർന്നില്ല. പക്ഷെ ദർശനം കേട്ടവൻ ഒരു ദൂത് പറഞ്ഞു, പുറകോട്ട് പോകാനല്ല നമ്മളെ വിളിച്ചത്, യാത്ര മുന്നോട്ട് തന്നെയാണ്. എല്ലാവരും കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. ഇതാ തീരുമാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ദൈവങ്ങളോട് പറയാം, തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങളിൽ നമ്മളെ ദൈവം കൊണ്ടു നിർത്തും. അവിടെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുക, പുറകോട്ടാണോ സൈഡിലോട്ടാണോ. പക്ഷെ ദർശനമുള്ളവൻ വിളിച്ചു പറയും, പുറകോട്ടല്ല, ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിൽ അഭിയോഗം ഏറ്റെടുത്ത് പറയാൻ കഴിയും, ഞങ്ങളുടെ യാത്ര പുറകോട്ടല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെയൊക്കെ ദൈവം പലപ്പോഴും ടെസ്റ്റ് ചെയ്യും. നിരാശപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഇവിടെ കൊണ്ടുവന്നത് ദൈവമാ. പുറകോട്ടല്ല നിന്റെ വഴി, നിന്റെ യാത്ര മുന്നോട്ട് തന്നെയാ. ഗൂഗിൾ മാപ്പിൽ പോലും വെളിപ്പെടാത്ത ഒരു വഴി തുറന്നു വെച്ചിട്ട് ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഓ, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കിയത് ഫറവോനല്ല. നിന്റെ ദർശനം ഒരു കോംപ്രമൈസ് അല്ല, നിന്റെ യാത്ര മുന്നോട്ടാണ്. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തി ആദരിക്കുമ്പോൾ ജനത്തിന്റെ മനസ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന പൈശാചിക വ്യാപാരങ്ങളെ അഴിച്ചു കളഞ്ഞ് ഒരു പുതിയ തലത്തിലേക്ക് ദൈവത്തെ കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം വലിയൊരു അപകടമാണ്. തീരുമാനമെടുക്കാൻ കഴിയാത്ത 4 വഴികളും അടയുന്ന ചില സാഹചര്യങ്ങൾ ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. അവിടെ പെറുക്കല്ലേ, പ്ലീസ്. അവിടെ നിരാശപ്പെട്ടു പോകല്ലേ, അവിടെ മുഖം പാടല്ലേ. പക്ഷെ ദർശനം കേട്ടവർ പറഞ്ഞു, യാത്ര പിന്നോട്ടല്ല, ഉറച്ചു നിൽപ്പീൻ. ഇന്ന് കേട്ട മിസ്രൈമിനെ നിങ്ങൾ മേലേർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഷേകത്തോട് ഇന്ന് രാത്രി നാമോട് പറഞ്ഞ് യഹോവ ഞങ്ങൾക്ക് വേണ്ടി ഒരു അതിശയകാര്യം ചെയ്യും. ചെങ്കടലിനെ പിളർത്തിയവർ ഇന്ന് രാത്രി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ
ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് നടന്നു. പക്ഷെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളെ ഓർപ്പിച്ചു പണ്ഡിറ്റ് രമാഭായിയുടെ നേതൃത്വത്തിൽ മുക്തി മിഷനിൽ ആരംഭിച്ച ആത്മീയ ഉണർവ്. പ്രത്യേകിച്ച് അഭിഷേകത്തിന്റെ നിറവിൽ ആദ്യമായിട്ട് ദൈവത്തെ ആരാധിച്ച സ്ഥലം മുക്തി മിഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഒരു അവധിയൊക്കെ കിട്ടുമ്പോൾ 2 ദിവസം അവിടെ ഒന്ന് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ സഭയിൽ പ്രസംഗിച്ചു പറഞ്ഞു, നമുക്ക് അവധി കിട്ടുന്നതിന്റെ ദശാംശം 6 കൊടുക്കണം. 30 ദിവസം അവധി കിട്ടിയ അതിന്റെ ദശാംശം 6 കൊടുക്കണം. ആ 3 ദിവസം കൂട്ടി പോലെ സ്തോത്രം. മൂന്നാറിൽ എന്ത് ചെയ്ത് എന്നോട് ചോദിക്കണേ എവിടെ പോകണം പറഞ്ഞത്. മുക്തി മിഷനൊക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യണം. വലിയ ചെലവൊന്നും ആകത്തില്ല. പൂനെയില്ല, അധികം ദൂരമൊന്നുമില്ല. അവിടെയൊക്കെ ചെന്ന് പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയ സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ. സന്തോഷം. തീരുമാനമെടുത്തോ? ഞാൻ പറഞ്ഞ ഒന്നീ നിരാശയായിരിക്കും, അല്ലെങ്കിൽ സന്തോഷമായിരിക്കും. 3 ദിവസം കഴിയും, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്തും. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ സന്ദർശിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ സ്ഥലം ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ സ്ഥലം മാർക്കോസിന്റെ മാളികമുറി പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന ഹോളിൽ ഞാൻ ചെന്നപ്പോഴാണ്. കഷ്ടിച്ച് 120 പേർക്ക് ഒന്ന് അടുത്തിരിക്കാൻ പറ്റിയ ഒരു കൊച്ചുമുറിയാണ്. 120 പേർക്ക് ഈ മത്തി അടുക്കുന്ന പോലെ അടുക്കിയാൽ 120 പേർക്ക് ഏകദേശം ഈ ഹോളിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കാൻ ഈ ഹോളിന്റെ പേര് കൃത്യം പറഞ്ഞ 120 വരെ കഷ്ടിച്ച പദ്ധതിയാണ്. അങ്ങനെ ഒരു മാളിക മുറിക്കകത്താ പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ ദൈവത്തിന്റെ തേജസ്. ഞാനവിടെ ചെന്ന് ആത്മാവിലായിപ്പോയി. കാരണം എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വികാരമായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ സ്ഥലം കർത്താവിന്റെ കലവ് തന്നെ. അവരിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. അതൊക്കെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നെങ്കിലും ഈ അഭിഷേകത്തിന്റെ തീ ഇറങ്ങിയ സ്തോത്രം പത്രോസിനെ എഴുന്നേൽപ്പിച്ച, ശിഷ്യന്മാരെ ശക്തീകരിച്ച, 120 പേരുള്ള സംഘത്തെ ആത്മാവിൽ കുതഞ്ഞെടുത്ത ദൈവശക്തി ഇറങ്ങി വന്ന ഹോളിനകത്ത് ചെന്നപ്പോൾ അതൊരു വൈകാരിക തലമാണ്, അതൊരു മാനസിക തലമാണ്. അതൊക്കെ ഒന്ന് പോയി കാണണം. അവിടെ പോയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്തെങ്കിലും പണ്ഡിറ്റ് രമാഭായിയുടെ മുക്തി മിഷനിൽ പോകണം. സ്തോത്രം. അവിടെയും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തീ ഇറങ്ങിയത്. ദൈവത്തിന്റെ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ ദാസിയ പണ്ഡിറ്റ് രമാഭായി ഇംഗ്ലീഷിൽ നിന്നും മറാത്തി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഈ വചനം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരുന്ന ഒരു 40 സഹോദരിമാർ അന്തർത്തലത്തിലിരിക്കുക. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, അമേരിക്കയിൽ ഇറങ്ങിയ, കാലിഫോർണിയയിൽ ഇറങ്ങിയ ആ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലും ദൈവം അയക്കണമെന്ന് നാടുകളായി അവർ മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിനകത്ത് സ്തോത്രം 4ാം ക്ലാസ് 3 തവണ തോറ്റ ഒരു സഹോദരിയുടെ മേൽ ഈ ശക്തി ഇറങ്ങി വരുവാനായി തീർന്നു. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉന്നതന്മാരുടെ മേലൊന്നുമല്ല ഈ ശക്തി ഇറങ്ങിയിട്ടുള്ളത്, കഴിവുള്ളവരുടെ മേലൊന്നുമല്ല. ഒട്ടും പ്രാപ്തിയില്ലാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരർഹതയും ഇല്ലാത്ത ചില ജീവിതങ്ങളുടെ മേലാണ് ഈ അത്യന്ത ശക്തി. ഓ മർക്കോസിന്റെ മാളികമുറി ഇറങ്ങി വന്നതുപോലെ ഞാൻ സഹോദരിയെ കണ്ടിട്ടില്ല. ആ സഹോദരിയുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇടയ്ക്കെങ്കിലും ഞാൻ സഹോദരിയെ ഓർക്കാറുണ്ട്. 4ാം ക്ലാസ് 3 തവണ തോറ്റ ആ ദൈവദാസിയുടെ മേലാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ അത്യന്ത ശക്തി ഇറങ്ങി വന്നത്. പിളർന്നിരിക്കുന്ന യാതൊരു അഗ്നിനാവ് പോലെ ഈ ശക്തി ആ നാവിന്മേൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അടുത്തിരുന്ന 39 പേർ പേടിച്ചു പോയി. അവർ അകത്തേക്ക് മുറിയിലേക്ക് ഓടി. അവർ പണ്ഡിറ്റ് രമാഭായിയോട് പറഞ്ഞു, ബിൽഡിങ്ങിന് തീ പിടിച്ചു. അവർക്കറിയില്ല. ആദ്യമായിട്ട് ഈ ശക്തി അവർ കാണുന്നത്. പണ്ഡിറ്റ് രമാഭായിയുടെ മുറിയിലേക്ക് ചെന്നവരെ വിളിച്ച് ഓടി അവർ ആ പോർട്ടിക്കോയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കണ്ട ശക്തി ബിൽഡിങ്ങിന് തീ പിടിച്ചതല്ല, മർക്കോസിന്റെ മാളിക മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്ന 19 നൂറ്റാണ്ട് കൊണ്ട് ഒരു ദൈവത്തിന്റെ ദീപവും ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ബലഹീനമായ ഒരു പാത്രത്തിന് മേൽ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ആ ശക്തികളെ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളെ വ്യാപരിക്കട്ടെ. യൗവനക്കാരെ വ്യാപരിക്കട്ടെ. ആ തീ ഒരു തീനാൾ പോലെ
ടെൻഷനും വേണ്ട. കരയാനൊരു മനസ്സുണ്ടെങ്കിൽ, തകരുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഓ ദൈവത്തോട് നിലവിളിക്കാൻ താല്പര്യമുള്ള ഒരു നാവുണ്ടെങ്കിൽ, ഓ തുറന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, അവരെ ഈ അന്ത്യദശക്ക് കൊണ്ട് ഈ ദിവസങ്ങളിൽ നടക്കാൻ ദൈവവിശ്വാസം ഒരു മുക്തിവിഷനായി മാറട്ടെ, ഒരു മുക്തിവിഷനായി മാറാനുള്ള സഭ മാറട്ടെ. ഇന്ത്യയിൽ നടന്ന ഉണർവ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒരു തീജ്വാല പോലെ പടർന്നു. ആ തീജ്വാല ആസാമിൽ എത്തി. തീരുമാനമെടുക്കാനാകാത്തത് എന്നൊരു ചിന്തയിൽ മനസ്സിലേക്ക് വന്നൊരു ആത്മീയ കാഴ്ചപ്പാട് ആ തീ ആസാമിലെത്തി, ധാരാളം കുന്നുകളിൽ അതെത്തി. ദൈവത്തിന്റെ സ്തോത്രം. ചില മിഷണറിമാരെ ദൈവത്തോടേക്ക് അയച്ചു. ആ മിഷണറിമാരുടെ സുവിശേഷത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുടുംബം ആദ്യമായി രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടിയുള്ള ഹൃദയം സമർപ്പിച്ചു. ആ ഗ്രാമത്തിൽ എന്ന് വെച്ചാൽ ആസാമിലെ കുന്നുകൾ നിറഞ്ഞൊരു പ്രദേശമുണ്ട്. ആസാമിൽ ഹിൽ ഏരിയ എന്ന് പറയും. അവിടെ സുവിശേഷത്തിന്റെ ശക്തി എത്തിയപ്പോൾ ഒരു കുടുംബം വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മൂപ്പന്മാർ നാട് ഭരിക്കുന്ന ഒരു ഗ്രാമമാണത്. ദൈവത്തിന് മലയുടെ മുകളിലാണെങ്കിലും മൂപ്പന്മാർ ഭരിക്കുന്ന ഒരു ഗ്രാമം. അന്യ ദൈവങ്ങളെ സേവിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സഭയ്ക്ക് ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു അന്ന്. അതിന്റെ ശിക്ഷ മരണമായിരുന്നു. അതുപോലെ തന്നെ ഗാരോ കുന്നുകൾ, ആസാമിലെ ഗാരോ കുന്നുകൾ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഗാരോ കുന്നുകളിൽ ദൈവത്തിന്റെ സ്തോത്രം, മറ്റൊരു ദേവനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് മരണശിക്ഷ അനുഭവിക്കേണ്ട ഒരു തെറ്റാണ്. മരണശിക്ഷ പക്ഷേ ഒരു കുടുംബം ഈ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അവരെ ധൈര്യപ്പെടുത്താൻ ഒന്നോ രണ്ടോ മിഷണറിമാരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരുടെ കൂട്ടത്തിൽ ആരുമില്ല. ഏകരായി ആ കുടുംബം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഏകദേശം 3 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവർ കർത്താവിനെ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷേ നിയമം പിടിമുറുക്കിയ കാടിന്റെ നിയമം, ദൈവത്തിന്റെ സ്തോത്രം, മൂപ്പന്മാരുടെ നിയമം അവിടെ പിടിമുറുക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം പിടിമുറുക്കാൻ തുടങ്ങിയപ്പോൾ മരണശിക്ഷയാണ് ഇവർക്ക് വിധിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. വില കൊടുത്തൊരു വലിയ കൂട്ടം സമൂഹം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയ വാക്ക് വളരെ പവർഫുൾ. ഞാനത് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്ക്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ, സ്ഥിരത എന്നൊരു പദത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ അടുത്ത ദിവസങ്ങളിൽ പഠിക്കും. വളരെ അർത്ഥവത്തായ വാക്കാണത്. സ്ഥിരതയുള്ളവരായി നമ്മൾ തീരുക. സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ഇതിന് മുൻപിൽ ഈ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പലരും വീണുപോയി, പക്ഷെ പലരും നിന്നു. ദൈവത്തിന്റെ സ്തോത്രം. വീണുപോയ ഒരു കൂട്ടരുണ്ട്, നിന്ന ഒരു കൂട്ടരുണ്ട്, ജയിച്ച ഒരു കൂട്ടരുണ്ട്. ഈ 2 കൂട്ടരും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വേണമെങ്കിൽ വീഴാം, വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ ചോയ്സ് നമ്മുടേതാ. ദൈവത്തിന്റെ സ്തോത്രം. ഈ കുടുംബത്തിന് മുൻപിലും മരണശിക്ഷ വിധിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രാകൃത നിയമങ്ങളിൽ അവർ ചെയ്ത കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഈ അപ്പനെയും അമ്മയും വധിക്കുന്നതിന് മുൻപ് ആ 3 കുഞ്ഞുങ്ങളെയും മൂപ്പന്മാർ ഇല്ലാതാക്കി അവരുടെ കണ്ണിന്റെ മുൻപിൽ വെച്ച് ആ 3 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. വാളിന്റെ വായ്ത്തലയ്ക്ക് അവരെ ഇരയാക്കി. ഈ പിതാവിനോട് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്കൊരു മനമാറ്റമുണ്ടോ? സ്തോത്രം. ഇവിടെ മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ഈ സമൂഹം അംഗീകരിക്കില്ല. മരണശിക്ഷയാണ് ഇതിന്റെ മുൻപിലുള്ള വിധി. 3 കുഞ്ഞുങ്ങൾ മുൻപിൽ വെച്ച് കഴുത്തറക്കപ്പെടുന്നത് കണ്ടപ്പോഴും ആ പിതാവിന്റെ തീരുമാനം ധൈര്യത്തോടെ അവൻ പ്രസ്താവിച്ചു. നോ ടേണിംഗ് ബാക്ക്. ഒരു മടങ്ങിപ്പോക്ക് ഇല്ല. യേശുവിൻ പിന്നെ പോകാൻ ഉറച്ചു. ഒരിക്കലും പിന്മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് പാട്ടായിരുന്നില്ല, അതൊരു വാക്കായിരുന്നു, അതൊരു തീരുമാനമായിരുന്നു. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ ഒന്നായിരുന്നു. നോ ടേണിംഗ് ബാക്ക്. The cross
before me, the world is behind me. ലോകം എന്റെ പിന്നിൽ, ക്രൂശ് എന്റെ മുൻപിൽ. അവർ കണ്ടത് ക്രൂശിനെയാ, അവർ സ്നേഹിച്ചത് കർത്താവിനെയാ, അവരെടുത്ത തീരുമാനത്തിന് അവർ വില കൊടുത്തവരാ. ദൈവത്തിന് സ്തോത്രം. അവർ അവരുടെ നാവുകൊണ്ട് വിളിച്ചു വന്ന ശബ്ദം നോ ടേണിംഗ് ബാക്ക്. പിന്നീട് അതൊരു അനുഗ്രഹിത ഗാനമായി മാറുവാനിടയായി. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ചോയ്സ് നമ്മുടേതാ. ഒന്നെങ്കിൽ ഉറച്ചു നിൽക്കാം, ഒന്നെങ്കിൽ പിന്മാറാം. പക്ഷേ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിൽ അസ്ഥിരനാണ്. അവൻ ദൈവത്തിൽ നിന്നും പ്രാപിക്കുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഉറപ്പോടെ നിന്നാൽ അവർക്കൊരു നിയോഗം യാക്കോബ് അപ്പോസ്തലൻ നൽകിയ. ശ്രദ്ധിച്ചേക്കണമേ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞു വന്ന ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആ വാക്യമൊക്കെ പറയുമ്പോ അറിയാവുന്നവര് ചേർന്ന് പറയുന്നതൊക്കെ ഒരു സന്തോഷമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്ക് എന്നെ ചലിപ്പിച്ചത് അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞു വന്ന ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. ആ വചനത്തിനകത്ത് ഒരർത്ഥമുണ്ട്. നിങ്ങൾക്ക് പുറകോട്ട് മാറാം, ആരും നിങ്ങളെ തടയാനില്ല. പക്ഷെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ നിനക്കൊരു കിരീടമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഓ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം ആ ദിവസത്തിൽ അവൻ അത് നൽകും. എന്റെ പ്രാർത്ഥന ചെയ്ത ഈ ഉപവാസം കഴിയുമ്പോൾ ചിലരെ ദൈവം ഉറപ്പിക്കട്ടെ, ചിലരെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ, ചില സംശയങ്ങളെ ദൈവം എടുത്തു മാറ്റട്ടെ. പിന്മാറി പോകാൻ അല്ലെങ്കിൽ സംശയങ്ങളിട്ട് കുരുക്കിട്ട് പിശാച് കെട്ടുന്ന മുഖങ്ങളെ ആത്മാവിൽ ജയിച്ച് അഭിഷേകത്തോടെ മുന്നോട്ട് നീ ദൈവമക്കൾ ആത്മനിയോഗത്തോടെ വിളിച്ചു ത്യാഗം. അതിന്റെ പിന്നിൽ ഒരു വില കൊടുക്കണം. മോശെ എന്ന ദൈവമനുഷ്യനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കാൻ കാര്യം വിളിച്ചിറക്കിയ ദൈവത്തെ ചോദ്യം ചെയ്യുക. അച്ചൻകടലിന് മുൻപിൽ ഉറപ്പോടണം. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അതിശയകാര്യം നിങ്ങൾ കണ്ടുകൊള്ളു. ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാട്. ഞാൻ ചില നാളുകൾക്ക് മുൻപ് പഠനത്തോടൊപ്പം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്തകൻ എഴുതിയ വാലനെ, ഒരു സയന്റിസ്റ്റ് എഴുതിയ, ഒരു സയന്റിസ്റ്റ് ബൈബിളിനെ കുറിച്ച് ഒരു കമന്ററി എഴുതിയിരിക്കുക. പുറപ്പാട് പുസ്തകത്തെ കുറിച്ച്, ശാസ്ത്രജ്ഞ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അദ്ദേഹം എഴുതിയ കമന്ററി ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ റെഡ് സീയുടെ വലിപ്പം അനുസരിച്ച് അതിനെ രണ്ടാക്കി ചിറ പോലെ നിർത്തി, ചിറ പോലെ ഐസ് പോലെ രണ്ട് സൈഡിൽ നിർത്തി, ഇതിന്റെ നടുക്ക് ഉണങ്ങിയ നിലമാക്കി. വെള്ളത്തിനകത്ത് വർഷങ്ങളായി കിടക്കുന്നതാണ് അല്ലോ. ആ മണ്ണിനെ ഉണക്കിയെടുത്ത് ആ ഉണങ്ങിയ നിലത്തൂടെ ജനത്തെ അക്കരെ കടത്തണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുക, 2 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന കാറ്റടിച്ചാലേ ഇത് നടക്കും. എന്റെ കൂടെ നിങ്ങളുണ്ടോ? പെട്ടെന്ന് ഞെട്ടുമെന്ന വിചാരിച്ചത് ഞാൻ ഒത്തിരി കേട്ടി. 1 മണിക്കൂറിൽ 2 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ വേഗതയുള്ള കാറ്റടിച്ചാലേ ഒറ്റ രാത്രി കൊണ്ട് ഇതിനെ ഉണങ്ങിയ നിലമാക്കാൻ പറ്റും. വലിയൊരു വാസ്റ്റ് ഏരിയ. സ്തോത്രം. ഒറീസയിൽ 140 കിലോമീറ്റർ സ്പീഡിൽ അടിച്ചപ്പം 1 ലക്ഷം വീടാ പോയി. അപ്പം കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റീത്ത, കത്രീന, വിൽപ്പ എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിൽ അടുപ്പിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. 120 കിലോമീറ്ററിൽ പോകുമ്പോൾ 10 കിലോമീറ്റർ സ്ഥലത്തെ വീടുകളാണ് ചെയ്യുന്നത്. പറന്നങ്ങ്. അപ്പൊ 2 ലക്ഷം കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റടിച്ചാലുള്ള 2 lakh kilometers per hour അടിച്ചാലുള്ള ശക്തി മനസ്സിലായോ? എനിക്ക് അതൊന്നുമല്ല ആവേശം തോന്നി. ഇത്രയും സ്പീഡിൽ അടിച്ചെന്ന് നോക്കട്ടെ, ഒരു രോമത്തിനും ഒരു
നിലത്തൂടെ ദൈവം ജനത്തെ അക്കരെ കടത്തിയപ്പോഴ മിരിയാൻ തപ്പെടുത്ത ദൈവത്തെ. ഒരു ദൂത് പറയാനാണ്, ഉറച്ചു നിന്നാൽ നാടുകളിൽ ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അത് ദൈവം നൽകുന്ന ഒരു പ്രോമിസ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, എനിക്ക് യാക്കോബ് ചോദിച്ചപ്പോൾ ഭയങ്കര ആവേശമാണ്. പരീക്ഷ സഹിക്കുന്നവരെ ഞാനാണെന്ന് പറഞ്ഞ കർത്താവ് പരീക്ഷകളൊക്കെ നീക്കാൻ എന്ത് ചെയ്തോളൂ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പേര് പറഞ്ഞ് പ്രാർത്ഥിക്കത്താവെ അവരുടെ ഉള്ള വിഷമങ്ങളൊക്കെ മാറ്റണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്. പക്ഷെ യാക്കോബ് ഉപയോഗിക്കുന്ന പദം അവർ ഭാഗ്യവാന്മാരാണ്, അവർ കൊള്ളാവുന്നവരായി തികഞ്ഞു വന്ന ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ എടുത്തു പറയുന്നു. ഉറച്ചു നിന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്, ക്ഷീണിച്ചു പോയവരും നമ്മുടെ മുമ്പിലുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അവർ കുടിച്ചത് ഒരേ പാറയിൽ നിന്ന്, അവർ കഴിച്ചത് ഒരേ ആഹാരമാണ്, പക്ഷേ അവർ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ചർച്ചയിലുള്ള ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു, പാസ്റ്റർ ഞാൻ ചർച്ചയിൽ വരാത്തത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇഷ്യൂസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. കാരണം ഒത്തിരി മാനസിക ഭാരങ്ങളെ കുറിച്ച് ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചർച്ചയില്. അപ്പം ആ വിഷയങ്ങളെല്ലാം ഗൗരവമുള്ള, വളരെ ഗൗരവമുള്ള, വളരെ പ്രത്യേകിച്ച് ആ കൊച്ചിയുടെ ഒറ്റയ്ക്കാണ്, അന്യരാജ്യത്ത് ഒറ്റയ്ക്ക്, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആകെ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുള്ള കാരണങ്ങളും ഗൗരവമുള്ളതും ന്യായമുള്ള കാരണമാണ്. പക്ഷേ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, ഇത്രയും വിഷയങ്ങളുണ്ടായി ചർച്ചയിൽ പോകുന്നില്ല, ന്യായമായിരിക്കും, പക്ഷേ ജോലിക്ക് പോകാതിരിക്കും. ആ ചോദ്യത്തിന് നമ്മൾ കുറിച്ചൊന്നും വേണ്ടിയില്ല. ചർച്ചയ്ക്ക് പോകാതിരിക്കാം, ഓപ്ഷൻ ഉണ്ട്. യെസോ ഈ ഓപ്ഷൻ ജോലിക്കുണ്ടോ? ഹലോ, ചോയ്സ് തന്നെയാണ്. ഒന്നിൽ ഉറച്ചു നിങ്ങൾ പറയുന്നത് ഇഷ്ടമാണോ? പക്ഷെ മോൻ കടുപ്പിച്ചാലും മെസ്സേജ് ഞാൻ മാറ്റത്തില്ലെന്ന് അറിയാമല്ലോ. ഈ മാസമായി നിങ്ങൾ എന്നെ പഠിച്ചില്ലേ? ഭാവഭേദം എന്നില് എങ്ങനെ ചോദിച്ചാലും മെസ്സേജ് ഓപ്ഷൻ നമ്മുടെ. Either we can stand or we can fall apart. നമുക്ക് പുറകോട്ട് പോകാൻ ഒത്തിരി കാരണമുണ്ടാകും. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് അവർക്ക് ലഭിക്കുന്ന കിരീടം ഏറ്റവും ശ്രേഷ്ഠം. ആ ഉറപ്പ് സഭയ്ക്കകത്ത് വേണ്ടി ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, കർത്താവിന് വേണ്ടി നിൽക്കുന്ന വാശിയുള്ള ഒരു തലമുറയായി യേശുവിന്റെ പിന്നാലെ പോകാൻ ഉറച്ചു പിന്മാറാതെ. ആ പാട്ടിന്റെ ഒന്ന് രണ്ടടിയെങ്കിലും പാടാം കേട്ടോ. നിങ്ങൾ അതിനൊന്ന് പ്രിപ്പയർ ചെയ്യണം. ക്രൂശാണ് നമ്മുടെ മുമ്പിൽ, ലോകം നമ്മുടെ പിമ്പിലാണ്. ഒരിക്കലും പിന്മാറിപ്പോയി. നിങ്ങളുടെ ഒരു കൂട്ട് പ്രവർത്തകൻ എന്നുള്ള ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നു. ഉറച്ചിരിക്കണം. പിശാച് വരുത്തത് ഏറ്റവും ഒരു ആയുധം ഇരുമനസ്സ്. വേണോ വേണ്ടായോ, പുറകോട്ട് പോകണോ നിൽക്കണോ, ദൈവത്തെ സംശയിക്കണോ വിശ്വസിക്കണോ, ഈ ഇരുമനസ്സ് അപകടമാണ്. ഈ മനസ്സിനെ കുറിച്ച് നാളെ രാത്രി നമ്മൾ കുറച്ചുകൂടെ വിശദമായി ചിന്തിക്കും. എന്റെ ആഗ്രഹം ഉറച്ചത്. നമ്മൾ എഴുതിയിരുന്ന പാട്ടൊന്നും പാടാൻ പോവുകയാണ്. അതൊരു സമർപ്പണം. ഒന്ന് മുന്നോട്ട് വന്നാണ്. അതൊരു സമർപ്പണം വരികയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചൊരു തീരുമാനമായി തീരണം. യേശുവിന്റെ പിന്നാലെ പോകാനുള്ള കർത്താവേ, ഒരിക്കലും പിന്മാറിപ്പോകാതെ, ഒരിക്കലും ആ തീരുമാനത്തിൽ ഒരടി പോലും പിന്നോട്ട് കാൽ വെക്കാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽപ്പാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണം. ആ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്ന് പാടാം. കർത്താവേ, പിറുപിറുത്ത് പോയ ആ
അവിശ്വാസത്തിന്റെ വാക്കുകൾ ജീവിതത്തിൽ ഉണ്ടായിപ്പോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞ, ദൈവത്തെ പോലും സംശയിച്ച, പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയി ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ക്ഷമിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ദൈവം നമുക്ക് തരുന്ന ഒരു വിലപ്പെട്ട സമയങ്ങളൊന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവേ, ഐ എം സോറി ലോർഡ്, എന്നോട് ക്ഷമിക്കണം. Help me to stand firm for your cause. ദൈവനാമത്തിന് വേണ്ടി ഉറപ്പോടെ നിൽപ്പാൻ എന്ത് വന്നാലും ഞങ്ങളെ ഒരുക്കണമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ആ ഹൃദയത്തിന് അടുത്തുള്ള പ്രാർത്ഥന ഉയരട്ടെ. നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ഉത്സാഹത്തെ നഷ്ടപ്പെടുന്ന, നമ്മുടെ ദൈവത്തെ ചോർത്തിക്കളയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകാം.